ലൈഫിൽ ഫോളോ ചെയ്യുന്ന ചില ചെറിയ ശീലങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റിയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തേക്കാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അത് നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ പേഴ്സണാലിറ്റി, പലരുടെയും വിചാരം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ്. ആൻഡ് അത് ഫിക്സ്ഡ് ആയിരിക്കും, നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും അതങ്ങനെയല്ല. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, നമ്മളുടെ ശീലങ്ങൾ, നമ്മളുടെ ചിന്ത, ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടൽ സമ്മാണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻറ്റൻഷനലി നമുക്ക് നമ്മുടെ ലൈഫിനെ ഒരു പോസിറ്റീവ് ഡയറക്ഷനോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് അറിഞ്ഞുകൊണ്ട് ചില നല്ല കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുത്തിക്കൊണ്ട് പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് രണ്ടാമത്തെ കാര്യം, അൺഇൻറ്റൻഷനലി നമ്മൾ അറിയാതെ തന്നെ ചില മോശം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും. ഇപ്പോൾ വീക്ക് ആൻഡ് അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് അവർ ഇഷ്ടത്തോടെ അങ്ങനെ ചൂസ് ചെയ്യുന്നതല്ല, പകരം അവരുടെ ലൈഫിൽ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ ചെറിയ ശീലങ്ങൾ അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാക്കി മാറ്റുന്നതാണ്. സോ നമ്മളുടെ പേഴ്സണാലിറ്റിയെ മോശമാക്കുന്ന 10 ഹാബിറ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, കോൺസ്റ്റൻ്റ്ലി സീക്കിംഗ് വാലിഡേഷൻ ഫ്രം അതേഴ്സ്. എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് വാലിഡേഷൻ അല്ലെങ്കിൽ അപ്രൂവലൊക്കെ സീക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും എത്ര ലൈക്കായി, എത്ര ഷെയർ വന്നു, എന്തൊക്കെ കമൻറ്റ്സ് വന്നു, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. അവിടെ ഒരാൾ തൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പാണ് അല്ലെങ്കിൽ അതിനോട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നിങ്ങൾ ആ ഡിസഗ്രിമെൻറ്റ് അവിടെ പറയുന്നില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും മറ്റുള്ളവരെന്താണോ പറയുന്നത് അത് അതേപടി അങ്ങോട്ട് ഫോളോ ചെയ്യുക. നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടെ ഒരു കളിപ്പാവ് പോലെയായിട്ട് അവർ മാറ്റും. ഇതിനെ സൈക്കോളജിയിൽ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ വെർത്തും ഡയറക്ഷനും ഒക്കെ തീരുമാനിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ, പുറത്തുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയൻസ് ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല പോവുക. എപ്പോഴും മറ്റുള്ളവരെന്ത് തീരുമാനിക്കുന്നു അതിനെ ഫോളോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവരെപ്പോഴും ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവരായിരിക്കും. അതായത് അവരുടെ ജഡ്ജ്മെൻറ്റ്, അവരുടെ വാല്യൂസ്, അവരുടെ തീരുമാനങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് തന്നെയായിരിക്കും. പിന്നെ മറ്റുള്ളവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും എന്നല്ല, അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യും. ബട്ട് ദ ഫൈനൽ ഡിസിഷൻ അതെപ്പോഴും തൻ്റെ വാല്യൂസ്, തൻ്റെ ജഡ്ജ്മെൻറ്റ് കൊണ്ടായിരിക്കും. സോ അങ്ങനെ ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവരായിരിക്കും മറ്റുള്ളവരെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യം ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളടുത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പകുതിയായി. അപ്പോൾ രണ്ടാമത് വേറൊരാൾ വരുന്നു, എന്നിട്ട് അയാൾ പറയുന്നു ഇതൊക്കെ വെറുതെയാണ്, ഇത് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം എന്ന് പറയുന്നു. അങ്ങനെ ഈ രണ്ടാമത്തെ ആൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. പിന്നെ മൂന്നാമത്തെ ആൾ വരും, നാലാമത്തെ ആൾ വരും, അഞ്ചാമത്തെ ആൾ വരും. ഇതിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് നിങ്ങളുടെ വർക്ക് എവിടെ എത്തിയില്ല, ടോട്ടൽ നോക്കുമ്പോൾ 0 ആയിരിക്കും. സോ ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ മാക്സിമം ഒഴിവാക്കുക. നമ്പർ 2, അവോയ്ഡിങ് ഓൾ ഫോംസ് ഓഫ് കോൺഫ്ലിക്റ്റ്. നിങ്ങൾ ഓക്കെ ആവില്ല, പക്ഷേ ഞാൻ ഓക്കെയാണ് എന്ന് പറയും. നിങ്ങളെ മറ്റുള്ളവർ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ബൗണ്ടറീസ്, ടൈം, ഒപ്പീനിയൻസ്, ഇതിനൊക്കെ ആളുകൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ നിങ്ങളെന്താണ് ഒന്നും പറയുന്നില്ല. കാരണം എന്താ? ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണ്ട, ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അഗ്രസീവ്നെസ്സും ഉണ്ട്, അസർട്ടീവ്നെസ്സും ഉണ്ട്. അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നു, അതാണ് അഗ്രസീവ്നെസ്. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബൗണ്ടറീസ്, നമ്മളുടെ ഒപ്പീനിയൻസ്, നമ്മളുടെ ബിലീവ്സ്, നമ്മളുടെ വാല്യൂസ്, ജഡ്ജ്മെൻറ്റ്, ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. നമ്മളുടെ ബൗണ്ടറീസ് മറ്റുള്ളവരെ ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുന്നതാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഗ്രസീവ് ആവോ, നമ്മൾ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യോ, വേദനിപ്പിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മറ്റുള്ളവർ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താലും നമ്മുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് വരാൻ ശ്രമിച്ചാലൊക്കെ നമ്മളൊന്നും മിണ്ടില്ല, നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ആദ്യം അവർ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് പുഷ് ചെയ്യും, നമ്മളൊന്നും മിണ്ടുന്നില്ല. അത് കാണുമ്പോൾ അവർ പിന്നെയും പുഷ് ചെയ്യും, പിന്നെയും പുഷ് ചെയ്യും, പിന്നെയും പുഷ് ചെയ്യും. അപ്പോൾ ഇതെന്താണ് കൺവേ ചെയ്യുന്നത്? ആർക്ക് വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ തന്നെ പറയും ഇതെന്താ എല്ലാവരും എന്നെ ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത്, എന്നെ മോശമായിട്ട് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. സോ ബി അസർട്ടീവ്. അസർട്ടീവ്നെസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അസർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഹൈ സെൽഫ് എസ്റ്റീം ആയിരിക്കും, ആൻസൈറ്റി കുറവായിരിക്കും, ആൻഡ് ഒത്തൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും. നമ്പർ 3, കംപ്ലൈനിങ് വിത്തൗട്ട് ടേക്കിംഗ് എനി ആക്ഷൻസ്.
എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, എന്നാൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? അത് തെറ്റില്ലേനു. സ്വയം ഒരു ആക്ഷൻ എടുക്കൂല, എന്നാൽ മറ്റുള്ളവർ ആക്ഷൻ എടുക്കാനായിട്ട് സമ്മതിക്കില്ല. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഇങ്ങനെയൊന്നല്ല, ഇത് ചെയ്തിട്ടൊന്നും കാര്യമില്ല, വെറുതെ സമയം കളയണ്ട, അവനെന്താ ഇങ്ങനെ, അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ. ഇങ്ങനെ ഏത് നേരം നോക്കിയാലും ഏത് ഒക്കേഷൻ വന്നാലും അവർക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് വേണമെങ്കിൽ 100 കാരണങ്ങൾ അവർക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനായിട്ട് ഒരു കാരണം പോലും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരു തരം മെൻറ്റാലിറ്റി ആയിരിക്കും. സോ ഇവിടെ ശരിക്കും 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണ്. എന്തിന്? എപ്പോഴും കുറ്റവും കുറവുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാനായിട്ട്, എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. 2, നിങ്ങളെപ്പോഴും ഒരു വിക്ടിം റോളായിരിക്കും പ്ലേ ചെയ്യുന്നത്. അതായത് എപ്പോഴും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാനൊരു മോശം ആളാണ്, എനിക്കിതൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു വിക്ടിം റോൾ പ്ലേ ചെയ്യാനായിരിക്കും നിങ്ങളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും. ഡൊണാൾഡ് ഹെബിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ. അതിവിടെ പറയുമ്പോൾ നമ്മളെപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ അതിന് വേണ്ട ന്യൂറൽ പാത്വേസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് മാറും. എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാ ഒക്കേഷനിലും പോയിട്ട് നെഗറ്റീവായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടാവില്ല, പക്ഷേ ഓൾറെഡി നിങ്ങളുടെ ന്യൂറൽ പാത്വേസ് അങ്ങനെ സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കും. പിന്നെ സൈക്കോളജിസ്റ്റ് ആയ റോബർട്ട് സാപ്പോൾസ്കിയുടെ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, ഈ ക്രോണിക് നെഗറ്റീവ് തിങ്കിങ്, അതായത് ഇവിടെ നമ്മളെപ്പോഴും ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോർട്ടിസോൾ റിലീസ് ആവാനായിട്ട് കാരണമാവും. നമ്മളുടെ ബ്രെയിനിൽ കോർട്ടിസോൾ റിലീസ് ആവും, ആൻഡ് അത് നമ്മളുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന പാർട്ട് ഡാമേജ് ചെയ്യാനായിട്ട് കാരണമാവും. ഈ ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മളുടെ മെമ്മറി, പ്രോബ്ലം സോൾവിങ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഏത് നേരം നോക്കിയാലും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? അതൊക്കെ ഇല്ലേനും. ഇങ്ങനൊരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. നമ്പർ 4, ഇൻകൺസിസ്റ്റൻസി ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. അതായത് പറയുന്നത് ഒരു കാര്യം പക്ഷെ ചെയ്യുന്നത് വേറൊരു കാര്യം, അല്ലെങ്കിൽ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങളൊരു സ്ഥലത്ത് ഇത്ര സമയത്ത് വരാം എന്ന് പറയുന്നു, പക്ഷേ വരുന്നില്ല. നിങ്ങളൊരാളെ വിളിക്കാം എന്ന് പറയുന്നു, പക്ഷേ വിളിക്കുന്നില്ല. കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി എന്നൊരു തിയറി ഉണ്ട്. ഇത് പറയുന്നത് നമ്മളുടെ വാല്യൂസും ആക്ഷൻസും തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ സൈക്കോളജിക്കലി ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. ആ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാനായിട്ട് ബ്രെയിനിന് 2 വഴിയുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാല്യൂസ് എന്താണോ ആ വാല്യൂസിനനുസരിച്ച് നമ്മളുടെ ആക്ഷൻസ് മാറ്റുക, അല്ലെങ്കിൽ മാച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നതാണ് നിങ്ങളുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻ എന്താ? ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ആക്ഷൻസ് ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്യാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ഷൻസിന് മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങളുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമില്ല, എപ്പോഴും കുറേ ജങ്ക് ഫുഡ്സ് കഴിച്ചുകൊണ്ടിരിക്കണം, ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ വാല്യൂ മാച്ച് ആക്കും, വാല്യൂ ചേഞ്ച് ചെയ്യും. എങ്ങോട്ട്? ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ആളല്ല, ഞാൻ ഹെൽത്ത് നോക്കുന്ന ആളല്ല, അതാണ് നിങ്ങളുടെ വാല്യൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ആക്ഷൻസ് അതുമായിട്ട് മാച്ച് ആവുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആളുകളെപ്പോഴും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ രണ്ടാമത്തെ വഴിയായിരിക്കും നോക്കുക. അതായത് ആക്ഷൻസിനനുസരിച്ച് നമ്മളുടെ വാല്യൂസ് ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. സോ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കീപ്പപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞാൽ സോഷ്യലി നോക്കുമ്പോഴും ആളുകൾക്ക് നമ്മളുടെ പുറത്തുള്ള ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടും. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്പേസിലായിക്കോട്ടെ, ആർക്കും നമ്മളടുത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല, സീരിയസ് ആയിട്ട് എടുക്കില്ല. സോ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, ആൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക. നമ്പർ 5, എക്സസീവ് സെൽഫ് ഡിപ്രിക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും നിങ്ങളെപ്പറ്റി സ്വയം തരം താഴ്ത്തി സംസാരിക്കുക, നിങ്ങളെപ്പറ്റി എപ്പോഴും നെഗറ്റീവായിട്ട് പറയുക, നിങ്ങളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളടുത്ത് സ്വയം പറയുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും ശരി, നിങ്ങൾക്കൊരു കഴിവില്ലാത്തവനാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് എന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ നിങ്ങളൊരു പാട്ട് പാടി എന്ന് വിചാരിക്കാം, അത് ജെനുവലി നല്ല രസമുണ്ട്. അപ്പോൾ കേട്ട് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വാവ് നല്ല പാട്ടാണ്, നല്ല ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് തരും. പക്ഷേ ഈ സെൽഫ് ഡിപ്രിക്കേഷൻ ഓവറൈസ് ചെയ്യുന്നവർ എന്ത് ചെയ്യും? ഇല്ലല്ല, എൻ്റെ പാട്ട് തീരെ രസമല്ല, എൻ്റെ ശബ്ദം തീരെ ഭയങ്കര മോശമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ സെൽഫ് ഡിപ്രിക്കേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹ്യൂമിലിറ്റി എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും സെൽഫ് ഡിപ്രിക്കേഷൻ ചെയ്യുന്നത്. ഹ്യൂമിലിറ്റി അഥവാ വിനയം എന്ന് വെച്ചാൽ നമ്മളുടെ സ്ട്രെങ്ത്തും അതേപോലെ വീക്ക്നെസ്സസും രണ്ടും ഒരേപോലെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് നമ്മൾ അക്നോളജ് ചെയ്യുന്നു, അതാണ് ഹ്യൂമിലിറ്റി. ബട്ട്
സെൽഫ് ഡിപ്രിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ പോലും, നമുക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്കതിന് പറ്റില്ല, നമ്മളെ കണ്ടതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള തോട്ട് പ്രോസസ്സും അതേപോലെ അത് മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും ആ രീതിയിലുള്ള സംസാരവും, ഇതൊക്കെയാണ് സെൽഫ് ഡിപ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓവറായിട്ട് സെൽഫ് ഡിപ്രിക്കേഷൻ ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി കൂടാനും ഡിപ്രഷൻ ഉണ്ടാവാനും റെസിലിയൻസ് കുറയാനും ഒക്കെ കാരണമാവും. പിന്നെ ഇല്യൂഷറി ട്രൂത്ത് എഫക്റ്റ് എന്നൊരു എഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അത് ശരിയാണ് എന്നുകൊണ്ട് വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾ ഭയങ്കര നെഗറ്റീവായിട്ട് നിങ്ങളെപ്പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അങ്ങനെയുള്ള ഒരാളാണ് എന്ന് ബ്രെയിൻ വിചാരിക്കാൻ തുടങ്ങും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ചുറ്റുമുള്ളവരടുത്തും ഇതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരും എന്ത് വിചാരിക്കും, ഇയാൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, ഇയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്, ആളുകൾ നിങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കില്ല, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ടാസ്കുകളൊന്നും തരില്ല, നിങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യൂല. സോ പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് ഹാബിറ്റ്. നമ്പർ 6, കൺസ്യൂമിങ് വിത്തൗട്ട് ക്രിയേറ്റിംഗ്. ഏത് നേരം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നും ക്രിയേറ്റ് ഒന്നും ഇല്ലതാണ്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പലരുടെയും സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂറൊക്കെയാണ്. അത്രയും നേരം എന്താണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൺസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ആക്ച്വലി കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവരൊന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഒന്നും ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത്, അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, എന്തൊക്കെ ഹാബിറ്റ്സ് ആണ്, എന്തൊക്കെ ഫ്രെയിം വർക്ക്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു വയ്ക്കും, ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത് വയ്ക്കും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുമോ? അത് തെറ്റില്ലതാണ്. മിഹാലി പറയുന്ന പോലെ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫുമായിട്ട് ഒരു പാസീവ് റിലേഷൻഷിപ്പിലായിരിക്കും. ആർക്കും ഫ്ലോ സ്റ്റേറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഫ്ലോ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിൽ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് കുറേ ടൈം അത് അങ്ങോട്ട് ഇരുന്ന് ചെയ്യും. നമ്മൾ പറയില്ലേ, ഞാനത് ചെയ്ത് അങ്ങോട്ട് മുഴുകിപ്പോയി, വേറെ ഒന്നും അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊക്കെ. അപ്പോൾ അത്രയും ഫോക്കസോട് കൂടി ചെയ്യുന്നതിനാണ് ഈ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോ സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താ, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റിമുലേഷൻ വേണം, എന്തെങ്കിലുമൊക്കെ റീൽസോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റോ എന്തെങ്കിലുമൊക്കെ കേൾക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ ഇതാണ് ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നു പക്ഷേ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും എഴുതുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മളുടെ ശരിക്കും ക്യാപ്പബിലിറ്റി ബിൽഡ് ആവുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങോട്ടൊക്കെ ഗ്രോ ചെയ്തെത്താൻ പറ്റും എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. പ്രൊഡക്റ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇലോൺ മസ്ക് എന്താണ് കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞത് എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. വിരാട് കോഹ്ലി എന്തൊക്കെ അച്ചീവ് ചെയ്തു അതിനെപ്പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. ബട്ട് റിയൽ ലൈഫിൽ താൻ എന്ത് അക്കംപ്ലിഷ് ചെയ്തു, എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് ഉണ്ടാവില്ല. അവരുടെ ലൈഫ് സർഫസ് ലെവലിൽ കുറേ ഉണ്ടാവും, പക്ഷേ ഡെപ്ത് ഉണ്ടാവില്ല, ആഴുണ്ടാവില്ല. സോ നിങ്ങൾ ഇതുപോലെ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. പകരം കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്പർ 7, ദ ഈഗോ ടു ബി ഓൾവേസ് റൈറ്റ്. താനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുക, ആക്ച്വലി അത് തെറ്റാണെങ്കിൽ പോലും. ഇതിനെ ഈഗോ ഡിഫെൻസീവ് പ്രോസസ്സിങ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും സത്യമാണോ അല്ലയോ എന്ന് നോക്കുന്നതിന് പകരം നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്നത് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ പോലും അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല, അക്നോളജ് ചെയ്യില്ല. പകരം എത്ര വേണമെങ്കിലും അവിടെ ഡിബേറ്റ് ചെയ്ത് ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർ ചിന്തിക്കുന്നത് അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തൻ്റെ വെർത്ത്, തൻ്റെ വാല്യൂ നഷ്ടപ്പെടും, മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത്. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല. അതിനൊരു പെർഫെക്റ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുടെ വിജയുടെ കരൂർ ഇൻസിഡൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് വിജയ് എന്താണ് ചെയ്തത്, താൻ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു, പബ്ലിക്കലി അത് അക്നോളജ് ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് എന്താണ്, അദ്ദേഹത്തോടുള്ള ട്രസ്റ്റും റെസ്പെക്റ്റും കൂടുകയാണ് ചെയ്തത്. അല്ലാതെ ഒരിക്കലും ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ നിന്നില്ല. പകരം തൻ്റെ തെറ്റുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡറാണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ വിജയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, കുറേ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അതിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്യാതെ തനിക്ക് തെറ്റ് പറ്റി എന്നത് ആക്സെപ്റ്റ് ചെയ്തു, പബ്ലിക്കലി അത് അക്നോളജ് ചെയ്തു. അപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള ട്രസ്റ്റ് കൂടി. സോ എത്ര അറിവുള്ള ആളാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും
മനുഷ്യരാണ്, നമുക്ക് ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റും. അപ്പോൾ ആ മിസ്റ്റേക്സ് പറ്റുന്ന സമയത്ത് കൂടുതൽ ഉരുണ്ട് കളിക്കാതെ അത് അക്നോളജ് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ആളുകൾ എപ്പോഴും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ. നമ്പർ 8, നെഗ്ലക്റ്റിംഗ് ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് ഹെൽത്ത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവരൊട്ടും വർക്കൗട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യില്ല, ഡ്രസ്സിങ് നോക്കില്ല, തൻ്റെ ഗ്രൂമിങ് നോക്കില്ല, ഹെൽത്ത് നോക്കില്ല, ഒന്നും നോക്കില്ല. ഇതൊക്കെ വേറെ ആരെങ്കിലും വന്നിട്ട് തനിക്ക് ചെയ്തു തരും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും സ്ലൗച്ച് ചെയ്ത് ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് അപ്രൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് എക്സ്പാൻഡ് ആയി നിൽക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് എന്താണ്, അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു കരിസ്മ ഉണ്ടാവും. സോ നമ്മളുടെ ഹെൽത്ത്, പോസ്ചർ, ഗ്രൂമിങ്, ഔട്ട്ലുക്ക്, ഔട്ട്ഫിറ്റ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. പിന്നെ അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് റെഗുലറായിട്ട് ചെയ്യുന്നവർക്ക് സെൽഫ് കോൺഫിഡൻസ്, എനർജി ലെവൽസ്, അതേപോലെ ഇമോഷണൽ റെഗുലേഷൻ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രിൻസിപ്പിൾ ഓഫ് ആക്ഷൻ പ്രിസീഡിങ് ഫീലിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു പേഴ്സൺ ആവണം എന്നാണോ ആഗ്രഹം, ആ ആൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫീലിങ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് വരും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണായിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും, നല്ല ഫുഡൊക്കെ കഴിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ഡയറക്റ്റായിട്ട് കിട്ടാനുള്ള ഒരു ഫാക്ടർ കൂടിയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് അതേപോലെ നമ്മളുടെ അപ്പിയറൻസും നല്ല രീതിക്കാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ നമ്മളെ ഡയറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമ്പർ 9, സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ഹു ഡ്രെയിൻ യുവർ എനർജി. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിൽ ഇത്തിൽക്കണ്ണി പോലെയാണ്, നമ്മളിങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇൻസൾട്ട് ചെയ്യും, മോക്ക് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു അംബീഷൻ പറയുമ്പോൾ അത് അവരൊട്ടും സീരിയസ് ആയിട്ട് എടുക്കില്ല, നമ്മളിങ്ങനെ കളിയാക്കി വിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ദെൻ ഹൗ വിൽ വി ഗ്രോ? നമുക്കൊരിക്കലും അവിടെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ചില ഫ്രണ്ട്ഷിപ്സ് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് ഇപ്പോൾ ജെനുവിനായിട്ട് ഒരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ജെനുവിൻ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും പണ്ട് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാനിത് പെട്ടെന്ന് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹേർട്ടാവില്ലേ എന്നുള്ളത് കൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ലൈഫിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കാം, നിങ്ങളുടെ ഡ്രീംസ്, അംബീഷൻ, ഗോൾസ് ഇതിനൊന്നും സീരിയസ് ആയിട്ട് എടുക്കാത്ത, അല്ലെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ല. പകരം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളെ കൂടെ നിൽക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫും ഗ്രോ ചെയ്യുക, നിങ്ങൾക്ക് അവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ബിഹേവിയറും ഇമോഷൻസൊക്കെ വൈറസ് പോലെയാണ്, അത് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവും. സോ നല്ല കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ ഇൻകം, മൈൻഡ് സെറ്റ്, ഹാബിറ്റ്സ് ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ ഒബ്സർവ് ചെയ്യുക എന്നതാണ്. അവരുടെ ഒരു ടോട്ടൽ സമ്മായിരിക്കും എപ്പോഴും നിങ്ങൾ. ആൻഡ് ഫൈനലി നമ്പർ 10, ലിവിങ് ഇൻ റിയാക്റ്റീവ് മോഡ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, എപ്പോഴും ഒരു റിയാക്റ്റീവ് മോഡിലായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നു, അതിനോടൊപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നു, പിന്നെ അടുത്ത കാര്യം സംഭവിക്കുന്നു, അതിനോട് റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ ഫുൾ ഒരു റിയാക്റ്റീവ് മോഡിലായിരിക്കും. സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ റിയാക്ഷൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലായിരിക്കും നിങ്ങളുടെ ഫ്രീഡം ആൻഡ് ക്യാരക്ടറൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ റിയാക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഈ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിയിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്യും. അവർ ഫ്യൂച്ചറിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആ ഒരു സിറ്റുവേഷനെ പറ്റി ശരിക്കും മനസ്സിലാക്കുകയോ ഇതൊന്നും ചെയ്യില്ല. ഒരു റിയാക്റ്റീവ് മോഡിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ആവും. പക്ഷേ നിങ്ങൾ ശരിക്കും എന്താണ് വേണ്ടത്? ഒരു പ്രൊആക്റ്റീവ് മോഡിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണത് വന്നത്, ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, ആൻഡ് ഇതിന് ഇങ്ങനൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു പെർട്ടിക്കുലർ കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക, എങ്ങനെ അത് ബാധിക്കും, ഇതൊക്കെ ആലോചിച്ചിട്ട് പ്രോപ്പറായിട്ട് ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട്. സ്ട്രക്ചേർഡായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനും സോൾവ് ചെയ്യാനും പറ്റണം. അല്ലാതെ എപ്പോഴും ഒരു റിയാക്റ്റീവ് മോഡിലായി കഴിഞ്ഞാൽ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. പകരം എന്താണോ ലൈഫിലോട്ട് വരുന്നത് അത് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ പ്രൊആക്റ്റീവ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക, റിയാക്റ്റീവ് മോഡ് മാക്സിമം ഒഴിവാക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ദാറ്റ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.